الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ യൂസുഫിലെ 21, 22, 23 എന്നീ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തത്. 20-ാമത്തെ ആയത്ത് വരെയുള്ള പശ്ചാത്തലത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ആ കച്ചവട സംഘം ഈജിപ്തിലെ അടിമച്ചന്തയിൽ പോയി വിറ്റ സംഭവ പശ്ചാത്തലമാണ് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ കച്ചവടക്കാരിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയത് ഈജിപ്തിലെ ഭരണതലത്തിൽ പങ്കാളിത്തമുള്ള പ്രഭു കുടുംബത്തിൽ പിറന്ന ഒരു മന്ത്രി എന്നോളം, ഒരു ഗവർണർ എന്നോളം കണക്കാക്കപ്പെടുന്ന അസീസ് മിസ്ർ എന്നാണ് അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം നല്ല വിശിഷ്ട സ്വഭാവത്തിനുടമയായിരുന്നു. അദ്ദേഹമാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങുന്നത്. ഇവിടെ ഖുർആൻ്റെ വളരെ മനോഹരമായ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ തൊട്ടു മുമ്പുള്ള ആയത്ത് നോക്കൂ. 20-ാമത്തെ ആയത്ത് പറയുന്നത് അടിമച്ചന്തയിലെ ഒരു രംഗമാണ്. 19-ാമത്തെ ആയത്ത് പറയുന്നത് കിണറ്റിൻ്റെ കരയിലൂടെ കടന്നുപോയ കച്ചവട സംഘത്തിനെ പറ്റിയാണ്. 18-ാമത്തെ ആയത്ത് പറയുന്നത് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കമീസും പിടിച്ചുകൊണ്ട് വരുന്ന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളാണ്. ഓരോ ആയത്തുകളിലും രംഗം മാറുന്നു. നാടകത്തിലും സിനിമയിലൊക്കെ രംഗങ്ങൾ മാറില്ലോ, പക്ഷെ ഒരു രംഗം തന്നെ ഒരുപാട് സമയമെടുക്കും. ഒരു നാടകത്തിൻ്റെയോ ഒക്കെ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു രംഗത്ത് തന്നെ ഒരുപാട് ഡയലോഗ്സുകൾ ഉണ്ടാവും, ഒരുപാട് വിശദമായിട്ട് പറയേണ്ടി വരും. പക്ഷേ ഖുർആൻ അങ്ങനെ വിശദമായി പറയേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ വരിയിൽ തന്നെ എന്താണോ നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട അറിവുകൾ അതെല്ലാം ഖുർആൻ നൽകുന്നുണ്ട്. അവ്യക്തത തീരെയില്ല. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു രംഗത്ത് നിന്ന് മറ്റൊരു രംഗത്തിലേക്ക് കടക്കുന്നു, ഒരു സന്ദർഭ പശ്ചാത്തലത്തിൽ നിന്ന് മറ്റൊരു സന്ദർഭ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നു. ഓരോ സന്ദർഭവും ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് കൺവേ ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, 21-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് വഖാലല്ലദി ഇശ്തറാഹു മിൻ മിസ്ര ലിംറഅതിഹി. ഈജിപ്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയ ആൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് അവിടെ ഖുർആൻ പറയുന്നത് നോക്കൂ. ഈജിപ്തിലെ അസീസ് വാങ്ങിയെന്ന് പറഞ്ഞോ? അസീസ് എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് അസീസാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ സൂറത്തുൽ യൂസുഫിൻ്റെ മറ്റിടങ്ങളിലൊക്കെ ആ പേര് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ആയത്തിൽ അസീസ് എന്ന പേര് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വായനക്കാർക്ക് സംശയമാവും, ആരാ ഈ അസീസ്? നമ്മൾ ഇതുവരെ തൊട്ടു മുമ്പുള്ള ആയത്തുകളൊന്നും വരാത്ത, ഇതുവരെയുള്ള ആയത്തുകളിൽ യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ കുറിച്ചും യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ പറ്റി മാത്രമല്ല പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ 21-ാമത്തെ ആയത്തിൽ ഇതുവരെ പറയാത്തൊരു പേര് പറഞ്ഞാൽ വായനക്കാർക്ക് സംശയമാകും. എന്ന് മാത്രമല്ല, അസീസിൻ്റെ ഭാര്യയുടെ പേര് സുലൈഖ എന്നാണെന്ന് ചരിത്രത്തിൻ്റെയും തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സുലൈഖ എന്നും പറഞ്ഞില്ല, ലിംറഅതിഹ, അയാളുടെ ഭാര്യയോട് പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോൾ കാര്യം വ്യക്തമാവുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ വരികൾ മാത്രം ഉപയോഗിച്ചാലും മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതെല്ലാം വായനക്കാരൻ്റെ ഭാവനക്ക് വിടുകയും ചെയ്യുന്നു. ഇന്നതൊക്കെ ആയിരിക്കും സംഭവിച്ചത്. ആ
കിണറ്റിൽ നിന്ന് അടിമ ചന്ത വരെയുള്ള ആ യാത്രയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല. അത് പ്രാധാന്യം അർഹിക്കുന്നില്ല. അതെല്ലാം വായനക്കാരന്റെ ഭാവനയ്ക്ക് വിടുകയും ചെയ്യുന്നു. സഹോദരന്മാർ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ ചെന്നായി പിടിച്ച കാര്യം പറയുന്നു. യാക്കൂബ് അലൈഹിസ്സലാം സബറുൻ ജമീൽ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് നടന്നു എന്ന് വിശദമായി പറയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. രംഗങ്ങളിൽ നിന്ന് രംഗങ്ങളിലേക്ക് മാറുന്നു. നിങ്ങൾ നോക്കൂ, ആ അസീസ് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ്, അക്രിമി മസ്വ, അക്രിമി, നീ നല്ല നിലയിൽ ഈ കുട്ടിയെ താമസിപ്പിക്കുക. മസ്വ എന്ന അദബി പദത്തിന്റെ അർത്ഥം മക്കാനുൽ ഇഖാമത്ത് വൽ ഇസ്തിഖറാർ, താമസിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് താമസിക്കാനൊക്കെ നല്ല സൗകര്യം കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവന് നല്ല ഭക്ഷണം കൊടുക്കണം, അവന് നല്ല വസ്ത്രം കൊടുക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അപ്പോൾ ഒരു അടിമയായിട്ടല്ല അസീസ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടത്. അത് തൊട്ടുടനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അസാ അയ്യംഫഅന, ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെടുക സാധാരണഗതി അടിമകളാണ്. പക്ഷെ അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്ക് ഇവനെ മകനാക്കാം. ഈ അസീസിനും ഭാര്യയായ സുലൈഖക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിലാണ് ഇവർ ജീവിച്ചത്. അപ്പൊ മക്കളൊന്നുമില്ലെങ്കിൽ പല കാര്യങ്ങൾക്കും സഹായിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ അസീസ് ഭരണാധികാരത്തിൽ പങ്കാളിത്തമുള്ള വ്യക്തിയാണ്. അപ്പം ഭരണപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോലികളൊക്കെ ചെയ്യാനും ഒരാൾ വേണം. അത് കേവലമായിട്ട് ചില ശരീര ബലമുള്ള ഒരാൾ മാത്രമായാൽ പോരാ. നല്ല ബുദ്ധിവൈഭവവും കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറ്റുന്ന ഒരു കുട്ടി വേണം. അപ്പോൾ ചന്തയിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട സമയത്ത് തന്നെ അസീസിന് മനസ്സിലായിട്ടുണ്ട്, ഈ കുട്ടിയിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അറബിയിൽ ഫിറാസത്ത് എന്ന് പറയാം. ഫിറാസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു കഴിവാണിത്. നമ്മൾ പെരുന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ട് പോത്തിനെ വാങ്ങാൻ പോയല്ലോ. അപ്പം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ യോഗ്യരായുള്ള ആൾക്കാരെ കൂട്ടിപ്പോവും. എന്തിനാണ്? ചില ആൾക്കാർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഉഷാറാണോ ഉഷാറല്ലേ എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിനളക്കുകയോ തൂക്കുകയോ അറക്കൊന്നും വേണ്ട ആവശ്യമില്ല അല്ലേ. ചില ആളുകൾക്ക് അതിലൊക്കെ പ്രത്യേക കഴിവാണ്. ഒരു തെങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു തെങ്ങിൻ തോപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര തേങ്ങ കിട്ടും. അപ്പൊ അതൊന്നല്ല ഫിറാസത്ത്. അതൊക്കെ ഫിറാസത്തിന്റെ ഏറ്റവും താഴെ പടിയാണ്. ഫിറാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, ദീർഘവീക്ഷണം. എന്ത് ചെയ്താലാണ് നല്ലത്, എന്ത് ചെയ്താലാണ് ഭാവിയിൽ ഉപകാരപ്പെടുക എന്നൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നൽകുന്ന കഴിവാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്റിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ മുതവസ്സിമീൻ, കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്നവർക്ക് അതിലൊരുപാട് തെളിവുകളുണ്ട് എന്നുള്ള ഖുർആനിക ആയത്തിന്റെ തഫ്സീറിൽ പരാമർശിക്കുന്ന ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, ഇത്തഖു ഫിറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ. മുഅ്മിനിനുള്ള ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അള്ളാഹു അവന് നൽകിയ പ്രകാശത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് അവൻ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 3 ആൾക്കാരുടെ ഫിറാസത്ത് പ്രത്യേകം പരാമർശം അർഹിക്കുന്നതാണ്. ഒന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കാനുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അല്ലേ. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് ശേഷമുള്ള ഖലീഫയെ നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ 6 പേരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് തനിക്ക് ശേഷം ഒരു ഖലീഫയെ നിശ്ചയിച്ചിട്ടില്ല. അതിനുശേഷം മുസ്ലിമീങ്ങൾ മശൂറ ചെയ്ത് തീരുമാനിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്തും തനിക്ക് ശേഷം ആര് ഖലീഫയാവണമെന്ന് നിശ്ചയിച്ചിട്ടില്ല. അത് മുസ്ലിമീങ്ങളായ മുഹാജിരികളും അൻസാരികളും കൂടി ആലോചിച്ച് തീരുമാനിച്ചാണ് അബൂബക്കർ ആവണം എന്നുള്ളത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണം എന്ന് മുൻകൂട്ടി പറഞ്ഞ് കൽപ്പിച്ചിട്ട് ആണ് പോയത്, ഓർഡർ ചെയ്തിട്ടാണ് പോയത്. ആ കൽപ്പന വലിയ വിപ്ലവമായി മാറിയില്ലേ. 10 വർഷക്കാലം
ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ലോകത്തെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഖിലാഫത്തിൻ്റെ ഒരു ഉദാഹരണമായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് മാറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് പല സഹാബാക്കൾക്കും എതിർപ്പുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ പരുക്കൻ സ്വഭാവക്കാരനാണ്. അപ്പോൾ ഒരു പരുക്കൻ സ്വഭാവം ഭരണത്തിൽ എല്ലാ മേഖലയിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭരണം മോശമായി പോകും, ജനങ്ങൾ പീഡിപ്പിക്കപ്പെടും, ജനാധിപത്യങ്ങളോ ജനസ്വാതന്ത്ര്യമോ ഉണ്ടാവില്ല. അത് പല സഹാബാക്കളും ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചോ? ഇല്ലാലോ. അങ്ങനെ സംഭവിച്ചില്ലാലോ. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ പെൻഷൻ പോലും ഒരു മാസം പോലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുടങ്ങിയില്ല. പ്രായമായുള്ള ആളുകൾക്ക് പെൻഷൻ ഉണ്ട്. പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ നിർണിതമായ നിശ്ചിതമായ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് നിർബന്ധമായിട്ടും മടങ്ങി വരണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിർണിതമായ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് വരണം, അവരുടെ ഭാര്യമാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, അതിനുശേഷം യുദ്ധത്തിലേക്ക് മടങ്ങി പോകണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ആരംഭിച്ച പദ്ധതികൾക്ക് ഔലവിയാത്ത് എന്ന് ചരിത്രത്തിൽ പറയും. അദ്ദേഹമാണ് ആ പദ്ധതികളൊക്കെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി ആരംഭിച്ചത്. അതിനു മുമ്പ് അതിനൊരു ഉദാഹരണം പോലുമില്ല. അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിറാസത്താണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഫിറാസത്താണ് മൂസ അലൈഹിസ്സലാമിനെ തൻ്റെ ജോലിക്കാരനായി എടുക്കണം എന്ന് ശുഐബ് അലൈഹിസ്സലാമിനോട് ഉപദേശിച്ച അദ്ദേഹത്തിൻ്റെ മകൾ. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് നാട് വിട്ടോടി പോകുന്ന യാത്രയിൽ വെച്ചാണ് ഒരു സ്ഥലത്ത് നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടത്. അപ്പം അതിൽ 2 പെൺകുട്ടികൾ ആ കിണറ്റിൻ കരയിൽ നിന്ന് മാറി നിൽക്കുന്നു. കാരണം കിണറ്റിൽ കരയിലൊക്കെ പെണ്ണുങ്ങളാണ്. ഇത് മനസ്സിലാക്കി മൂസ അലൈഹിസ്സലാം ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്നു. ആ വെള്ളം കോരിക്കൊടുത്ത 2 പെൺകുട്ടികൾ തങ്ങളുടെ വീട്ടിൽ വന്ന് ഉപ്പാനോട് ശുഐബ് അലൈഹിസ്സലാമിനോട് കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് ഇന്ന വ്യക്തി വെള്ളം കോരി തന്നു, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തെ ജോലിക്കാരനായി എടുക്കണം, താങ്കൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആ മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിൽ എന്തോ ഉണ്ട് എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന മഹാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫിറാസത്താണ് ഈ അസീസിൻ്റെ ഫിറാസത്ത്. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട ഉടനെ തന്നെ യൂസുഫിൽ എന്തോ ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയ വ്യക്തികളായിരുന്നു ഈ അസീസ്. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയോട് യൂസുഫിനെ കേവലമായ ഒരു അടിമയായി കണ്ടാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ, മകനെ പോലെ യൂസുഫ് അലൈഹിസ്സലാമിനെ വളർത്തണം എന്ന് തൻ്റെ ഭാര്യയോട് അദ്ദേഹം ഉപദേശിച്ചത്. വകദാലിക അപ്രകാരം മക്കന്നാ ലി യൂസുഫിന് ആ രാജ്യത്ത് നാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ നാം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, യൂസുഫ് അലൈഹിസ്സലാം പിന്നീട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി. ഈജിപ്ത് അന്നത്തെ ലോകത്തിലെ നാഗരികതകളിൽ അറിയപ്പെട്ട ഒരു നഗരമായിരുന്നു, ഒരു വലിയ രാജ്യമായിരുന്നു, ഒരുപാട് ജനങ്ങൾ ജീവിച്ചിരുന്ന. ആ രാജ്യത്ത് വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ആ രാജ്യത്തെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമൊക്കെ മാറ്റി. ആ ഈജിപ്തിനെയാണ് പിന്നീട് ആര് ഭരിച്ചത്? ഫറോവമാരൊക്കെ ഭരിച്ചത്. യൂസുഫ് അലൈഹിസ്സലാമിന് ശേഷമാണല്ലോ മൂസ അലൈഹിസ്സലാമൊക്കെ വരുന്നത്. അപ്പോൾ ഫറോവമാരുടെ ചരിത്രത്തിലൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈജിപ്തിലെ 3 വർഷക്കാലം വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലതവണ ഈജിപ്തിലെ പല ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളൊക്കെ അതേ മനോഹാരിതയിൽ ഇന്നും അവശേഷിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിരമിഡുകളുടെ സാംസ്കാരിക നാഗരികതകളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാംസ്കാരിക നാഗരികതകളൊക്കെ ഈജിപ്തിൽ ഉടലെടുക്കാൻ ഫറോവമാരുടെ ആ ഒരു കാലഘട്ടം അത്രയും മനോഹരമാകുന്നതിൻ്റെ പിറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഭരണ നയതന്ത്രമാണ്. അദ്ദേഹമാണ് അത്ര ഡെവലപ്മെൻറ്റ്, അത്ര അത്ഭുതങ്ങൾ ജലസേചനത്തിൽ, കൃഷിയിൽ എല്ലാം ഈജിപ്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം പഠിച്ചു? കേവലം ഒരു കുട്ടിയായിക്കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം ഇതെവിടെ നിന്ന് പഠിച്ചു? അദ്ദേഹം പഠിച്ച ഒരു ഇടം അസീസിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു, അസീസ് ഭരണത്തിൽ പങ്കാളിത്ത ഒരാളാണ്.
കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹം ഗവർണറാന്ന് അഭിപ്രായമുണ്ട്, അദ്ദേഹം മന്ത്രിയാണെന്ന അഭിപ്രായമുണ്ട്, രാജ്യത്തിലെ ഖസാനകളുടെ സൂക്ഷിപ്പുകാരനെന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ സാമ്പത്തികമായുള്ള ഇടപാടുകളും ഈ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ അസീസിനെ ആര് സഹായിച്ചിരുന്നു? യൂസുഫ് അലൈഹി ഇസ്ലാം സഹായിച്ചിരുന്നു. അതിൽ കൂടിയാണ് പിന്നീട് ഭാവിയിൽ ഭരണം നടത്തുന്നതിനുള്ള പാഠവും അദ്ദേഹം പഠിച്ചെടുത്തത്. അപ്പോൾ ഇതാരാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അസീസിന്റെ അടുക്കൽ എത്തിച്ചത്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തർത്തീബാണ്. ആരാണോ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിണറ്റിലെത്തിച്ചത്, ആരാണോ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ജയിലിൽ എത്തിച്ചത്, അതേ അള്ളാഹു തന്നെയാണ് അസീസിന്റെ കൈകളിലേക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ എത്തിച്ചത്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും, അഥവാങ്ങാനും ഈജിപ്തിൽ വെച്ച് അസീസ് അല്ല വേറെ വല്ല ക്രൂരനായ യജമാനനുമാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വാങ്ങുന്നതെങ്കിൽ അദ്ദേഹം ഇതുപോലെ ആ രാജ്യത്തിന്റെ ഭരണാധികാരത്തിലേക്ക് എത്തൂല എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. അള്ളാഹുവിന് അതൊക്കെ നിസ്സാരനാണ്. അതിന്റെ തെളിവെന്താ അറിയോ? മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച ആരുടെ കയ്യിലാണ്? അസീസിനെ പോലെ ഒരു നല്ല മനുഷ്യന്റെ കയ്യിലാണോ? ആരുടെ കയ്യിലാണ്? ഫിർഔന്റെ കയ്യിൽ. ആ ഫിർഔനാണ് രാജ്യത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ഓർഡർ കൊടുത്തത്. ആ ഫിർഔനെ ഭയന്നിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു പെട്ടിയിൽ അടച്ചുകൊണ്ട് നൈൽ നദിയിലേക്ക് ഒഴുക്കിയത്. രാജ്യത്തിലുള്ള പട്ടാളക്കാരെല്ലാം ആ നഗരങ്ങളിൽ ചെന്ന് അവിടെ ജനിക്കുന്ന പുതിയ ആൺകുഞ്ഞുങ്ങളെയൊക്കെ തലയെറുത്ത് കൊല്ലുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ ഫിർഔന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അത് അള്ളാഹുവിന്റെ തർത്തീബാണ്. അല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. നാം വിചാരിക്കുകയും നാം നിയത്ത് ചെയ്യുകയും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ചില കണക്കുകളുണ്ട്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അല്ലാഹു യഅലം വലാ നഅലം. അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. ഞാനൊരു ഖുർആനായത്തും ഓതി വെക്കുകയുണ്ടായി. കുത്തുബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം, നിങ്ങൾക്കൊന്നും അറിയില്ല. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉഷാറാണ്, അടിപൊളിയാണെന്ന് കരുതും. പക്ഷേ അത് പരിപൂർണമായിട്ടും ഷർറായിരിക്കും. സാമ്പത്തികമായി ലാഭമുണ്ടാകുമ്പോൾ, കുറേ പണം വരുമ്പോൾ, നല്ലൊരു വിവാഹാലോചന വരുമ്പോൾ ചിലത് നമ്മൾ നന്മയാണെന്ന് കരുതും, പക്ഷെ അത് ഷർറായിരിക്കും. ചിലത് നമ്മൾ ഷർറാന്ന് കരുതും. നമ്മൾ ബിസിനസ് പരാജയം സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി, ബിൽഡിംഗ് തകർന്നുപോയി, ഷോപ്പ് തകർന്നുപോയി, എന്തോ ആട്ടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, അതൊരു ഷർറാണ്. പക്ഷെ ആ ഷർറിന് പിറകിൽ നമ്മൾ അറിയാത്ത ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവും. അതായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. നമ്മൾ ഈ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ അകപ്പെടുക എന്നുള്ളത് ഷർറാണ്, ഒരു മോശം കാര്യമാണ്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? അദ്ദേഹം ഈജിപ്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് എത്തി. അടിമച്ചന്തയിൽ വിൽക്കപ്പെടുക എന്നുള്ളത് ഒരു ഷർറാണ്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? അദ്ദേഹം അസീസ് മിസ്ർ ഈജിപ്തിൻ്റെ ഭരണാധികാരത്തിലേക്ക് എത്താൻ അത് കാരണമായി. ഉപ്പാക്ക് മകനോട് വലിയ സ്നേഹവും ഇഷ്ടവും ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? ബാക്കിയുള്ള സഹോദരന്മാരൊക്കെ അദ്ദേഹത്തെ കിണറ്റിലിടാൻ കാരണമായി. അസീസ് മിസ്റിന്റെ ഈജിപ്തിലെ ഒരു ഗവർണറുടെ വീട്ടിൽ ജീവിക്കാൻ സാധിക്കുക, അയാളുടെ അടിമയായി മാറുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് കാരണം എന്താ ഉണ്ടായത്? അത് കാരണം യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിലടക്കപ്പെട്ടു. അപ്പം നമ്മൾ കാണുന്നതായിരിക്കില്ല, അതിൻ്റെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു പരിണിത ഫലം ഉണ്ടാകും. ഈ രീതിയിലെല്ലാം നമ്മുടെ മനസ്സിന്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം സമാധാനം പകരുന്നതാണ് സൂറത്തുൽ യൂസുഫ്. അതുകൊണ്ടാണ് സൂറത്തുൽ യൂസുഫിനെ പറ്റി പറയപ്പെടുന്നത് മാ ഖറഅഹ മഹ്സൂനൻ ഇല്ലാ സുദ്ദിയാൻഹു. ദുഃഖിതനായ ഒരു മനുഷ്യൻ സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്താൽ അയാളുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അകലും. അയാളുടെ മനസ്സിന് ഒരു സമാശ്വാസം, ഒരു സമാധാനം, ഒരു ശാന്തി ലഭിക്കും. അടുത്ത ആയത്ത് 22-ാമത്തെ ആയത്ത് വലമ്മ ബലഗ അശുദ്ധഹു. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അശുദ്ധ പ്രായത്തിലേക്ക് എത്തിയപ്പോൾ, അശുദ്ധ് എന്ന് പറഞ്ഞാൽ യുവത്വമാണ്, കൗമാരം കഴിഞ്ഞ്, അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 30 വയസ്സ് വരെയുള്ള യുവത്വ കാലഘട്ടത്തിനാണ് അശുദ്ധ പ്രായം എന്ന് പറയുക.
ഒരു മിഡിൽ ഏജിന് മുമ്പ് ശരിയായ യുവത്വ കാലഘട്ടം എത്തിയപ്പോൾ ഇവിടെ ഖുർആൻ യുവത്വത്തിന് ഉപയോഗിച്ചത് അഷദ് എന്നുള്ള പദമാണ്. അഷദിന് ഏറ്റവും കഠിനമായത്, ഏറ്റവും സ്ട്രോങ് ആയത് എന്ന അർത്ഥമുണ്ട്. ശരി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള പ്രായമാണ് അയാളുടെ യുവത്വ കാലഘട്ടം. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ ഹോർമോണുകളും അത് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വിളയാട്ടം നടക്കുന്ന ഒരു പ്രായമാണ് ഈ യുവത്വ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ടീനേജ് പ്രായത്തിലുള്ള യുവത്വ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികളോടും നമ്മളെ പേരക്കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും പേരക്കുട്ടികളെയൊക്കെ തീരെ നിസ്കരിക്കാത്തവരാക്കി മാറ്റുന്നത് നമ്മളാണ്. അവരെ വടക്കാക്കുന്നത് നമ്മളാണ്. അവരോടൊരു ഹിക്മത്തിൽ, ഒരു സ്നേഹത്തിൽ, ഒരു ഐഡിയയിൽ മാത്രം സമീപിച്ചാൽ മാത്രമാണ് അവർ നല്ല വഴിക്ക് നടക്കും. കാരണം അവരിപ്പോൾ കാര്യബോധമുള്ള ചെറുപ്പക്കാരെ മാറി. ഒരാളും അവരെ കൽപ്പിക്കുന്നതും അവരോട് ഓർഡർ ഇടുന്നത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ഹോർമോണിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഒരു 18 മുതൽ 30 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉപ്പയായിട്ട് പല പ്രശ്നത്തിലുണ്ടാകുന്ന ചെറുപ്പക്കാരായിട്ട് കുട്ടികൾ, അവർ കല്യാണമൊക്കെ കഴിച്ച് 1-2 മക്കളാകുന്ന സമയത്ത് ഉപ്പാനോട് ഭയങ്കര സ്നേഹമായി മാറും. കാരണം എന്താ? അവന് പക്വത വരും അപ്പോഴാണ്. ഉപ്പ എന്താന്ന് അനുഭവിച്ചത് അവനും മനസ്സിലാകാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അവന് മക്കളൊക്കെ ആയതിനു ശേഷമാണ് ഉപ്പാന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രശ്നം അവനല്ല, അവൻ്റെ പ്രായത്തിനാണ് പ്രശ്നം. അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണുകൾക്കാണ് പ്രശ്നം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ, ശരീരത്തിൽ ലൈംഗിക താല്പര്യങ്ങൾ കൂടി വരുന്ന ഹോർമോൺ, അതെല്ലാം കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നത് ഈ പ്രായത്തിലാണ്. അതുകൊണ്ടാണ് ശ്രദ്ധ യശുദ്ധു എന്ന് പറഞ്ഞാൽ മുറുക്കിക്കെട്ടുക എന്നർത്ഥം. മുറുക്കിക്കെട്ടുക, ആ പ്രായം മുറുക്കിക്കെട്ടേണ്ട പ്രായമാണ്. അത് നമ്മൾ മുറുക്കരുത്, അവന് തന്നെ മുറുക്കണം. ടീനേജ് പ്രായത്തിലുള്ള, യുവത്വ പ്രായത്തിലുള്ള ഒരാളെ, ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ നമ്മൾ പോയി മുറുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. അതവർ സ്വന്തമായി മുറുക്കണം. എന്തിനാണ് മുറുക്കേണ്ടത്? അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. ആ പ്രായത്തിലെത്തുന്ന സമയത്ത് പല മാനസിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് മുറുക്കിക്കെട്ടണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലൊന്നായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. ഹറാമുകളിൽ, പാപങ്ങളിൽ അദ്ദേഹം ഒരു നിമിഷം പോലാണ് ആ പ്രായത്തിൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടെയൊക്കെ വളരെ പ്രാധാന്യം നൽകിയത്. നാളെ മാശറയിൽ 7 പേർക്ക് അർഷിൻ്റെ തണലിൽ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ കൂട്ടം. അർഷിൻ്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാതെ തലക്ക് മുകളിൽ ചുട്ടുകൊള്ളുന്ന സൂര്യൻ്റെ ചൂട് കാരണം ആളുകൾ മുട്ടുവരെയും കാലുവരെയും മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച ഒരു വ്യക്തി ഷാബുൻ നശ്അ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലെ വളർന്ന യുവാവിനെ പറ്റിയാണ്. അപ്പോൾ ആ പ്രായം വളരെ പ്രധാനം അർഹിക്കുന്നതാണ്. ഖൈർ. അടുത്ത ആതൈന ഹുക്മ വ ഇൽമ. ആ യുവത്വ പ്രായം എത്തിയപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് നാം ഹുക്മിനെയും ഇൽമിനെയും നൽകി. ഹുക്മിന് അധികാരം എന്നർത്ഥമുണ്ട്, ഇൽമിന് അറിവ് എന്നർത്ഥം. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാമിന് ഇപ്പോൾ അധികാരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അധികാരം കിട്ടുന്നതിന് മുന്നോടിയായിട്ട് ഒരു മുഖവുരയായിട്ടുള്ള പല പാഠങ്ങളും അദ്ദേഹം പഠിച്ചത് ഈ വീട്ടിൽ വെച്ചാണ്. വഇൽമ, അദ്ദേഹത്തിന് പിന്നീട് ഈജിപ്തിൻ്റെ ഭരണാധികാരം കൈയാളാൻ പറ്റുന്ന രീതിയിലുള്ള പല അറിവുകളും പല അനുഭവ പരിചയവും അദ്ദേഹം നേടിയെടുത്ത അപ്പോഴാണ്. ഒരു നബി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആവശ്യമായുള്ള ഇൽമുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അറിവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിന് നൽകി. ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങളായുള്ള പണ്ഡിതന്മാർ എന്താണ് ഹുക്മ, ഹുക്മിന് അധികാരം എന്ന അർത്ഥം എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താ ആ അർത്ഥം? തത്വജ്ഞാനം എന്ന അർത്ഥമുണ്ട്. ഇൽമ് എന്ന അറിവാണ്, ഹിക്മത്ത് എന്ന തത്വജ്ഞാനാണ്. എന്താണ് ഹിക്മത്തും ഇൽമും തമ്മിലുള്ള വ്യത്യാസം? ഇൽമ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കാൻ പറ്റും, പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് കേട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഹിക്മത്ത് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റില്ല. അത് അള്ളാഹു ഒരാളുടെ മനസ്സിലിട്ട് കൊടുക്കണം. കാര്യബോധം എന്ന് പറയും, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം, അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ബോധം, ആളുകളെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്.
ഭാവിയിൽ എന്ത് നടക്കും, എന്ത് ചെയ്താലാണ് നല്ലത്. നേരത്തെ നമ്മൾ ഫിറാസത്തിനെ പറ്റി പറഞ്ഞില്ലേ, ആ ഫിറാസത്ത് പോലെ തന്നെ മറ്റൊരു പദമാണ് ഹിക്മത്ത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ആളുകൾക്ക് വലിയ ഇൽമുണ്ട്, തീരെ ഹിക്മത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ ആളുകളെ ഉപദേശിക്കുന്ന സമയത്ത്, ആളുകൾ ദീനിലേക്ക് ദാവത്ത് ചെയ്യുന്ന സമയത്ത് സതുപദേശത്തോടുകൂടി അവരെ ഉപദേശിക്കണം. അതോടൊപ്പം തന്നെ ഹിക്മത്തോടുകൂടി അവരെ ഉപദേശിക്കണം, യുക്തിദീക്ഷതയോടുകൂടി, യുക്തി ചിന്തയോടുകൂടി. അറിവ് കൊണ്ട് മാത്രം വാള് പറയാൻ പാടില്ല. അറിവ് കൊണ്ട് വാള് പറഞ്ഞതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും. നല്ല അറിവുണ്ടാവും, പക്ഷെ ആ അറിവ് എവിടെ പറയണമെന്ന് അറിയില്ല. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം, കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ. ഞങ്ങൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ഗസ്റ്റുകളായിട്ട് പല പണ്ഡിതന്മാരൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ കുറച്ച് സമയം വിദ്യാർത്ഥികളോടൊപ്പം നസീഹത്ത്, ഉപദേശത്തിന് വേണ്ടി അവർക്ക് കുറച്ച് സമയം അനുവദിക്കും, ഒരു അരമണിക്കൂർ നമ്മളോട് സംസാരിക്കാൻ. ആദ്യം ഒരു പണ്ഡിതന് വന്നു, ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കൊണ്ട് പറയാം. അദ്ദേഹത്തോട് കുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച മഗ്‌രിബിന് അദ്ദേഹം വന്നത്. അപ്പം മഗ്‌രിബിന് ശേഷം അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം നമ്മളോട് പറഞ്ഞെന്താ അറിയോ? അന്ന് അദ്ദേഹം ജുമാ ഖുത്ബയിൽ പറഞ്ഞ വിഷയം, അന്ന് അദ്ദേഹം ജുമാ ഖുത്ബയിൽ സംസാരിച്ചത് മഴയെ പറ്റിയാണ്. മഴ, ആ മഴയെ പറ്റി ഞങ്ങളോട് സംസാരിച്ചു. തീരെ അവസ്ഥകൾക്ക് യോജിക്കാത്ത, സന്ദർഭത്തിന് യോജിക്കാത്തൊരു സംസാരം. വിദ്യാർത്ഥികളായ ഞങ്ങളാണ്, അതും ഖുർആനും ഹദീസും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് നൽകേണ്ട ഉപദേശത്തിന്റെ സന്ദർഭത്തിന് തീരെ യോജിക്കാത്തൊരു സംസാരമായിരുന്നു മഴയെ പറ്റിയുള്ള പ്രസംഗം. അതിനുശേഷം വേറൊരു പണ്ഡിതൻ വന്നു. ആ പണ്ഡിതൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ശരിയാ വിദ്യാർത്ഥികളൊന്നുമില്ല, ചെറിയ ഹിഫ്ദ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. ഹിഫ്ദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഖുർആൻ മനപ്പാടാക്കുന്ന കുട്ടികൾ. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് സമയം കുട്ടികളോട് സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ കുഞ്ഞുങ്ങളോട് സംസാരിച്ചത് ഹദീസുകളെ, ലയീഫുകളെ പറ്റി. മുൻകറായ ഹദീസ്, ഒരു ഹദീസിന് സനദ് ഉണ്ടാവണം, ആ സനദിൽ ഇൻഖിത്ത് ഉണ്ടാവും, അതിൽ മോദലുണ്ടാവും. അദ്ദേഹം ഒന്നും മനസ്സിലായിട്ടില്ല. ഈ രീതിയിൽ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. സംഭവം അദ്ദേഹം പഠിച്ചതിൽ കൗതുകമുള്ള എന്തോ ഒരു കാര്യം മുമ്പിലുള്ള ആളുകൾക്കും പറഞ്ഞു കൊടുത്തു. ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പല ആളുകളും ധരിക്കുക അങ്ങനെയാണ്, വലിയ തത്വജ്ഞാനി, വലിയ ഫിലോസഫർ, വലിയ ബുദ്ധിജീവിയുടെ പ്രശ്നം എന്താ? ആളുകൾക്ക് തിരിയുന്ന രീതിയിൽ സംസാരിക്കില്ല. ഇപ്പൊ കേരളത്തിലെ ഇപ്പം പരാജയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ഇപ്പം പരാജയത്തിന്റെ കാരണങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എന്താ പറഞ്ഞത്? വാർത്താ സമ്മേളനത്തിൽ അവരുടെ നേതാക്കന്മാർ സംസാരിക്കുന്നൊന്നും ആളുകൾക്ക് തിരിയുന്നില്ല. ആളുകളോട് വളരെ പുച്ഛത്ത് സംസാരിക്കുന്നു. ഈ ബുദ്ധിജീവികൾക്കൊക്കെ ഒരു പ്രശ്നമായത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തിരിയാത്ത രീതിയിൽ ഫിലോസഫി പറയലല്ല, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണം. വിഘടനവാദികളും പ്രതിജ്ഞവാദികളും പ്രഥമദൃഷ്ടി ആകർഷയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് തോറ്റു എന്ന് സിമ്പിളാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഈ രണ്ടുപേരുടേത്. മൂന്നാമതൊരു പണ്ഡിതൻ വന്നു, അദ്ദേഹത്തിന് സമയം അനുവദിച്ചു. അദ്ദേഹം ഞങ്ങളോട് അന്ന് പറഞ്ഞ കാര്യം, അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പണ്ഡിതനാണ്. അദ്ദേഹം അന്ന് വിദ്യാർത്ഥിയായി പഠനം പൂർത്തിയായി ഇറങ്ങുന്ന സമയത്ത് അന്ന് സൗദിയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നൽകിയ ഉപദേശം, 3 ഉപദേശമാണ് അന്ന് നൽകിയത്. ആ ഉപദേശമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് ഹിക്മത്ത്. ഈ വന്ന 3 പേർക്കും ഇൽമുണ്ടോ? ഇൽമുണ്ട്. പക്ഷെ അതിൽ ഹിക്മത്തുള്ള ആർക്ക് മാത്രമാണ്? മൂന്നാമത് വന്ന മനുഷ്യൻ മാത്രമാണ്. എന്താണ്, എവിടെ, ആരോട്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഹിക്മത്താണ്. ആ ഹിക്മത്തില്ലാത്തത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ്. ഹിക്മത്തിന് വളഅ്ശൈഇ മഹല്ലിഹി എന്ന അർത്ഥമുണ്ട്. എന്താ? ഒരു കാര്യം ഒരു സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ, ഒരു കാര്യം ഒരു സ്ഥലത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ, ഒരാളോട് ഒരു രീതിയിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അതാണ് ഹിക്മത്ത്. ഈ ഹിക്മത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദുൽമ്. ഒരു സ്ഥലം വെക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് വെക്കുക. ഒരു പള്ളിയുടെ ഉത്തരവാദിത്തമായി ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരാളെ പള്ളിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക.
ഒരു പള്ളിയിൽ ഇമാമാക്കാൻ പാടില്ലാത്ത ഒരാളെ ഇമാമാക്കി നിർത്തുക, അത് ദുൽമാണ്, അക്രമമാണ്. ആരോടുള്ള അക്രമം? അവിടെ നിന്ന് വരുന്ന മമ്മൂമിനോടുള്ള അക്രമമാണ്. ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ തീരെ യോഗ്യനല്ലാത്ത ഒരാളെ അധ്യാപകനായി കൊണ്ട് നിശ്ചയിക്കുക, അത് ദുൽമാണ്, അക്രമമാണ്, വിദ്യാർത്ഥികളോട് കാണിക്കുന്ന അക്രമമാണ്. അപ്പൊ ഹിക്മത്തിന്റെ ഓപ്പോസിറ്റായിട്ട് ദുൽമിനെയും പലപ്പോഴും പറയപ്പെടാറുണ്ട്. ഖൈർ. അള്ളാഹു തുടർന്ന് പറയുന്നു, വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നു. അപ്പം മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്സാനുള്ള ആളുകളാണ് മുഹ്സിനീങ്ങൾ. മുഹ്സിനീങ്ങൾക്ക് മലയാളത്തിൽ സുഹൃതവാന്മാർ, സന്മാർഗികൾ എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഹദീസിൽ, ജിബ്രീലിൻ്റെ ഹദീസിൽ കൂടി എന്താണ് ഇഹ്സാൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മുകളിലുള്ള ദർജയാണ് ഈമാൻ, ആ ഈമാനിൻ്റെ മുകളിലുള്ള ദർജയാണ് മുഹ്സിൻ. മുസ്ലിം ആവുക എന്നുള്ളതിനേക്കാൾ മുകളിലുള്ള ദർജയാണ് മുഅ്മിനാവുക എന്നുള്ളത്. ആ മുഅ്മിനാവുക എന്നുള്ളതിനേക്കാൾ മുകളിലുള്ള ദർജയാണ് മുഹ്സിനാവുക. ഇസ്ലാം കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഈമാൻ കാര്യം എന്താ അറിയാം. എന്താണ് മുഹ്സിനാവുക, ഇഹ്സാൻ ഉള്ളവനാവുക എന്ന് പറഞ്ഞാൽ? അൽ ഇഹ്സാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിസ്കരിക്കുക. ഒരു ഹറാം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന സമയത്ത്, ഈ ഹറാം ചെയ്യുന്ന സമയത്തും ഞാൻ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുക, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകും. ഏത് സൽക്കർമ്മം ചെയ്യണം, അതാണ് ഇഹ്സാന്റെ ദർജ. ആ ദർജയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ പരിപൂർണമായും സൂഫിയാണ്, ഒരാൾ പരിപൂർണമായും മുത്തഖിയാണ്, ഒരാൾ പരിപൂർണമായും അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യനാണ്. അല്ലേ? ഒരു നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ അള്ളാഹുവിനെ മുമ്പിൽ കണ്ട് നിസ്കരിക്കാൻ പറ്റിയാൽ അതെത്ര വലിയ മനോഹരമാണ്. അപ്പൊ അള്ളാഹു എന്താ പറഞ്ഞത്? അങ്ങനെയുള്ള മുഹ്സിനീങ്ങൾക്കാണ് നാം അറിവ് കൊടുക്കുക, ഇൽമു ഹിക്മത്ത് കൊടുക്കുക. അപ്പൊ ആർക്ക് കിട്ടൂല? പാപികൾക്ക് അറിവ് കിട്ടൂല. ജീവിതത്തിൽ ഹറാമുകൾ പതിവായി ചെയ്യുന്ന ആളുകൾക്ക് അറിവ് കിട്ടൂല. പലപ്പോഴും നമ്മൾ പറയും, കുറേ കാലം ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒന്നും തലയിൽ കയറുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. കാരണങ്ങൾ ഒന്നെന്താണ്? പാപത്തിനോടൊപ്പം അറിവ് നിലനിൽക്കില്ല. അള്ളാഹു അറിവ് നമുക്ക് നൽകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കണികകൾ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കവിതയുണ്ട്, ശകൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ളി ഫഔസാനി ബിതർക്കിൽ മആസി. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ ഖബറിടം മിസ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഖബറിടത്തിൽ നിന്ന് ഒരു 100 വാര അകലെയായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദായ വഖീഇൻ്റെ ഖബറുള്ളത്. ആ ഉസ്താദിൻ്റെ ഖബറിൻ്റെ അടുക്കൽ ആളുകൾ സന്ദർശിക്കുകയും സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നത് ഇമാം ഷാഫിഈ റഹ്മഹുല്ലയുടെ ഖബർ കാണാൻ വേണ്ടിയാണ്. കാരണം ഉസ്താദിനേക്കാൾ പ്രശസ്തനും അറിയപ്പെട്ടവനെയുമായി വലിയ പണ്ഡിതനെയും ആര് മാറി? ഇമാം ഷാഫിഈ റഹ്മഹുല്ല മാറി. പക്ഷേ തൻ്റെ ഉസ്താദ് പറഞ്ഞു തന്നൊരു ഉപദേശം അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇമാം വക്കീർ റഹിമഹുല്ലയുടെ ഖബറിൻ്റെ ആ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കവിത. ഞാൻ എൻ്റെ ഉസ്താദിനോട് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉസ്താദ് എന്നോട് തർക്കുൽ മാസി, പാപകർമ്മങ്ങൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായും ഒഴിവാക്കണമെന്ന് എന്നോട് കൽപ്പിച്ചു. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ, കാരണം ഇൽമ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. നബിമാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രകാശമാണ്. ഫനൂറുല്ലാഹി ലാ യുഅതാ ലിആസിൻ, അള്ളാഹുവിൻ്റെ ആ പ്രകാശം പാപം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂല. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുക്കുന്നതിൻ്റെ പിറകുള്ള കാരണം എന്താ? അദ്ദേഹം മുഹ്സിനായതിൻ്റെ പേരിൽ. യൂസുഫ് അലൈഹിസ്സലാം മുഹ്സിനാണെന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു മാത്രമല്ല പറഞ്ഞത്, ജനങ്ങളും പറഞ്ഞു. ജനങ്ങൾ നമ്മളെപ്പറ്റി നല്ലത് പറയുക നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെയുണ്ട്, ഒരാൾ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് 4 പേർ നന്മ പറഞ്ഞാൽ അത് അയാൾക്ക് ഉപകാരപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. ആളുകൾ നല്ലത് പറയണമെങ്കിൽ നല്ലത് ചെയ്യണ്ടേ? ആളുകളോടൊക്കെ ബടക്ക് സ്വഭാവം കാണിച്ച്, പൈസ കൊടുത്ത് പറ്റിച്ച്, ചതിച്ച് വന്ദിച്ച് ഒരാളോട് ചിരിക്കാത്ത ആളുകളെ പറ്റി ആളുകൾ നല്ലത് പറയും? ഇല്ല, നല്ലത് പോലും അറിയില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പറ്റി ആരൊക്കെയാണ് നല്ലത് പറഞ്ഞത്?
സൂറത്തുൽ യൂസുഫ് തന്നെ 2 പശ്ചാത്തലത്തിൽ യൂസുഫ് അലൈഹിസ്സലാം മുഹ്സിനാണ് എന്ന് വരുന്നുണ്ട്. 36 ആയത്ത് വദഖല മഅഹു സിജ്ന ഫതിയാൻ ഖാല അഹദുഹുമാ ഇന്നി അറാനി അഅസിർ ഖംറ വഖാല അൽ-ആഖർ ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅകുലു അത്ത്-തയ്റു മിൻഹു നബ്ബിഅനാ ബിതഅവീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൂടെ ജയിലിൽ അടക്കപ്പെട്ട 2 വ്യക്തികൾ, അവർ 2 പേരും 2 സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനോട് ചോദിച്ചു. കാരണം അവർ മനസ്സിലാക്കി യൂസുഫ് അലൈഹിസ്സലാമിന് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ അറിയാം എന്ന് മനസ്സിലാക്കി. എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ജയിലിൽ നിങ്ങളോടൊപ്പം താമസിച്ചപ്പോൾ നിങ്ങൾ ഒരു സുഹൃതവാനായ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാ പറയുന്നത്? കൂടെ ജീവിക്കുന്ന ജയിൽ പുള്ളികൾ. യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി അവർ നല്ലത് പറയാണ്, താങ്കൾ നല്ലൊരു സുഹൃതവാനാണ്, നല്ല മനുഷ്യനാണ്. ഇതേ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും അതേ രീതിയിൽ പറയുന്നുണ്ട്. ഫലമ്മാ ദഖലു അലൈഹി ഖാലു യാ അയ്യുഹൽ അസീസു മസ്സനാ വഅഹ്ലന അൽദുറു വജിഅനാ ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ ഖൈല വതസദ്ദഖ് അലൈനാ ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. അതായത് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹം മാറി. ഭരണാധികാരിയായി അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അവരുടെ നാട്ടിൽ ക്ഷാമമുണ്ടായതിൻ്റെ പേരിൽ ഈജിപ്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് രാജാവായി യൂസുഫ് അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ക്ഷാമം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലതും തന്ന് സഹായിക്കണം. കാരണം താങ്കൾ വലിയ ഇഹ്സാനുള്ള, താങ്കൾ സദക്കകൾ ചെയ്യുന്ന, നല്ല ഇഹ്സാൻ കാണിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഹോദരന്മാർ സംസാരിക്കുന്നത്. ഇത് പറയുന്ന സമയത്തും സഹോദരന്മാർക്ക് അറിയില്ല തൻ്റെ മുമ്പിലുള്ള ആരാണെന്ന്, യൂസുഫ് അലൈഹിസ്സലാമാണെന്ന് അറിയില്ല. അപ്പോൾ ഇവർ 2 പേരും യൂസുഫ് അലൈഹിസ്സലാമിന് ഇഹ്സാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? യൂസുഫ് അലൈഹിസ്സലാം ജയിലിലുള്ള സമയത്തും നല്ല വ്യക്തിയാണ്, ഭരണാധികാരിയായ സമയത്തും നല്ല വ്യക്തിയാണ്. ജയിലുള്ള സമയത്ത് കൂടെയുള്ള ആളുകളോട് സ്നേഹവും ദയവും കാണിച്ചിട്ടുണ്ട്, ഭരണാധികാരിയായ സമയത്തും സ്നേഹവും ദയവും കാണിച്ചിട്ടുണ്ട്. സ്വഭാവം മാറിയിട്ടില്ല. പല ആളുകൾക്കും മാറ്റമുണ്ടാവും. ദരിദ്രനായൊരു മനുഷ്യൻ സമ്പന്നനാകുമ്പോൾ സ്വഭാവം മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വാർഡ് മെമ്പറായ ഒരാൾ MLA യോ മന്ത്രിയാകുന്ന സമയത്ത് സ്വഭാവം മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ ആ സ്വഭാവ മാറ്റം ആർക്ക് സംഭവിച്ചിട്ടില്ല? യൂസുഫ് അലൈഹിസ്സലാമിന് സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ജയിലിലാകുന്ന സമയത്ത് മുഹ്സിനാണ്, അള്ളാഹുൽ ഭയപ്പാടുണ്ട്, ജനങ്ങളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നു. അദ്ദേഹം അധികാരത്തിലെത്തിയ സമയത്തും മുഹ്സിനാണ്. യഥാർത്ഥ മുഹ്സിനീങ്ങൾ അധികാരം കിട്ടുന്നത് വരെ മുഹ്സിനായി ജീവിക്കുക, എല്ലാ ആളുകളുടെയും സോപ്പിട്ട് കൈപിടിച്ച് സ്നേഹം കാണിച്ചുകൊണ്ട് ജീവിക്കുക. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും കിട്ടിയതിന് ശേഷം കാറ് തുറക്കാതെ AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചീറിപ്പാറുന്നത് ഇഹ്സാനാണോ? അല്ല. ആളുകളോട് ചിരിക്കാതിരിക്കൽ ഇഹ്സാനാണോ? അല്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ എന്താണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുള്ള ഇഹ്സാൻ എന്ന് തൊട്ട് ഉടനെയുള്ള ആയത്തിൽ ആരംഭിക്കുന്നുണ്ട്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. വറാവദതുഹു, വശീകരിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിച്ചു. ആരാ വശീകരിച്ചത്? അല്ലതി ഹുവ ഫീ ബൈതിഹാ. യൂസുഫ് അലൈഹിസ്സലാം ആരുടെ വീട്ടിലാണോ ജീവിക്കുന്നത് ആ വീട്ടിലെ പെണ്ണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിച്ചു. അന്നഫ്സി, യൂസുഫ് അലൈഹിസ്സലാമിനെ കിട്ടാൻ വേണ്ടിയാണ് വശീകരിച്ചത്. ഞാൻ മുമ്പ് പറയുകയുണ്ടായി, അസീസ്, സുലൈഖ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ അസീസുമായിട്ടുള്ള ലൈംഗിക ജീവിതത്തിൽ സുലൈഖ അതൃപ്തയായിരിക്കും. ഇനി പക്ഷേ അതൃപ്തയല്ലെങ്കിലും പൂർണ്ണമായി തൃപ്തിയുണ്ടെങ്കിലും അതോടുകൂടി തന്നെ യൂസുഫ് അലൈഹിസ്സലാം വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ഈ സുലൈഖക്ക് അതിയായ പ്രേമമുണ്ടായി. ആ പ്രേമം ഒരു കാമഭ്രാന്തായി മാറി. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച പദം റാവദ എന്നാണ്, വശീകരിക്കുക. അറബിയിൽ റാവദ ഫഅല എന്ന് പറയുന്ന വസ്ന് എന്ന വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂ പരിശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഒരു തവണയല്ല യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി സുലൈഖ ശ്രമിച്ചത്, ഒരുപാട് തവണ ശ്രമിച്ചു. ചിലപ്പോൾ ചിരിച്ചു കാണിച്ചതായിരിക്കും, ചിലപ്പോൾ നല്ല വർത്തമാനം പറഞ്ഞായിരിക്കും, ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭംഗി കാണിച്ചതായിരിക്കും, ചിലപ്പോൾ ശരീരത്തിൻ്റെ നഗ്നത കാണിച്ചതായിരിക്കും. പല വിധത്തിൽ വശീകരിച്ചു. നോക്കണേ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ഈമാനിൻ്റെ പവർ നോക്കണം.
ഇതെല്ലാം പഴയ കാലഘട്ടത്തിൽ നമ്മൾ വാള് പറഞ്ഞതൊക്കെ ഇതിൻ്റെയൊക്കെ സെക്ഷൽ കണ്ടന്റുകളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ കൂടിയല്ല ഈ ഖുർആനായത്തുകൾ നമ്മൾ സമീപിക്കേണ്ടത്. മറിച്ച് എത്ര അത്ഭുതമാണത്, സിമ്പിളാണ്, എത്ര അത്ഭുതമാണ്. ഏത് മനുഷ്യനാണ് അങ്ങനെ സാധിക്കുക? ഇവിടെ ഖുർആൻ പറഞ്ഞത് സുലൈഖ യൂസുഫിനെ വശീകരിച്ചു എന്നുള്ള പദമല്ല ഉപയോഗിച്ചത്. ഖുർആൻ പറഞ്ഞത് ഹുവ ഫീ ബൈത്തിഹ, യൂസുഫ് അലൈഹി ഇസ്ലാം ഏതൊരു പെണ്ണിന്റെ വീട്ടിലാണോ ആ പെണ്ണിലുള്ള വ്യക്തി, ആ പെണ്ണാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വശീകരിച്ചത്. നോക്കണേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ, നല്ല തഖ്വയുള്ള ചെറുപ്പക്കാരനെന്ന് കരുതുക. രാവിലെ 9 മണിക്ക് പോകുന്നു, 4 മണിക്ക് മടങ്ങി വരും. ആ ചെറുപ്പക്കാരനെ വശീകരിക്കാൻ വേണ്ടി 1-2 പെൺകുട്ടികൾ ശ്രമിക്കുന്നുണ്ട് കരുതുക, പ്രേമത്തിലാക്കാൻ, കാമത്തിലാക്കാൻ, ലൈംഗികതയിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ ആ ചെറുപ്പക്കാരൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു സുഖമുണ്ട്, കാരണം രാവിലെ ഇവരെ കോളേജിൽ മാത്രം ഇവരെ സഹിച്ചാൽ മതി. 4 മണിക്ക് കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്ന ഇവരുടെ പ്രശ്നമില്ല, ഇവരെ അസ്വസ്ഥപ്പെടുത്തൂല. കോളേജിൽ മാത്രം ഇവരെ കാണേണ്ടി വരും, ഇവരുടെ പ്രശ്നം സഹിക്കേണ്ടി വരും. പക്ഷേ യൂസുഫ് അലൈഹി ഇസ്ലാം ഏതെങ്കിലും കൃത്യമായൊരു ടൈമിൽ മാത്രമാണ് ഇവരുടെ വശീകരണം സഹിച്ചത്? അല്ല, ആ വീട്ടിൽ 24 മണിക്കൂർ ഉണ്ടാവൂലേ, അസീസ് ഉള്ളതും ഇല്ലാത്തതുമായ സമയം ഉണ്ടാവൂലേ? ആ സമയത്തെല്ലാം അദ്ദേഹം സഹിച്ചില്ലേ, തൻ്റെ മനസ്സിനെ പിടിച്ചു വെച്ചില്ലേ? ഒരൊറ്റ ടൈമിൽ മാത്രമല്ല ഇത് സംഭവിച്ചത്. അദ്ദേഹം പാപത്തിൽ പെടാനുള്ള 10 സാധ്യതകളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു തോന്നുന്നു, 10 സാധ്യതകൾ. പക്ഷെ ആ 10 സാധ്യതകൾ ഉണ്ടായിട്ടും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒന്നാമത്തത്, യൂസുഫ് അലൈഹി സ്വലാം അടിമയാണ്, സുലൈഖ യജമാനത്തിയാണ്. നിയമപ്രകാരം യജമാനത്തി പറഞ്ഞത് അടിമ അനുസരിക്കണം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അനുസരിക്കാൻ നിന്നോ? ആ പാപകർമ്മത്തിൽ നിന്നുകൊടുത്തില്ല. അതോടൊപ്പം തന്നെ അടിമകളായിട്ടുള്ള ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ വ്യഭിചാരബന്ധം, ലൈംഗികത ഒക്കെ ചെയ്താൽ കുറ്റമില്ല, ആളുകൾ അറിഞ്ഞാൽ മോശമല്ല. സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്താണ് കുറ്റകരം. അടിമകൾ ആ രീതിയിൽ അവിഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനൊക്കെ പോകൽ അക്കാലഘട്ടത്തിൽ സർവ്വസാധാരണമാണ്. അങ്ങനെ ഇരിക്കെയാണ് അടിമയായ യൂസുഫ് അലൈഹിസ്സലാം ആ പാപകർമ്മത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തത്, യൂസുഫ് അലൈഹി സ്വലാം സ്വന്തം നാട്ടിലല്ല, വേറെ നാട്ടിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും വ്യഭിചാരത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും എപ്പോഴാണ്? ടൂറ് പോകുന്ന സമയത്ത്, ഏതെങ്കിലും രാജ്യത്തിലേക്ക് ടൂർ പോകുന്ന സമയത്ത്, അല്ലെ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്. കാരണം നാട്ടുകാരില്ല, പള്ളി പ്രസിഡന്റില്ല, പള്ളിയിൽ ഉസ്താദില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല, ആരില്ലാത്ത നാടല്ലേ. നമ്മളെന്ത് ചെയ്താൽ ആര് അറിയാൻ? അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്യുന്നതാണ്, യാത്ര പോയാലാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരു മനുഷ്യന്റെ കൂടെ യാത്ര പോവാതെ അയാളെ വിലയിരുത്താൻ പാടില്ല. യാത്ര പോയി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? തനി സ്വഭാവം പുറത്തു വരിക. നാട് വിട്ടാലാണ് തനി സ്വഭാവം എന്ത് ചെയ്യുക? നാട് വിട്ടാലാണ് ട്രൗസർ ഇടുക എന്ന് പറയില്ല. നാട്ടിൽ നിന്ന് ട്രൗസർ ഇട്ട് നടക്കാൻ എല്ലാവർക്കും ഒരു ലജ്ജ ഉണ്ടാവില്ലേ? പക്ഷെ നാട് വിട്ട് കഴിഞ്ഞാൽ ട്രൗസർ ഇടാവുന്ന പ്രശ്നമുണ്ടോ? ആരറിയാൻ, ആർക്ക് നമ്മളെ തിരിയോ എന്ന് പറയും. അതുപോലെ യൂസുഫ് അലൈഹി സ്വലാം സ്വന്തം നാട്ടിലല്ല. താനൊരു കുറ്റം ചെയ്താൽ അറിയാൻ ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആരില്ല. അദ്ദേഹത്തെ ആർക്കും അറിയാത്തൊരു നാട്ടിലാണ് അദ്ദേഹം ഉള്ളത്. പാപം ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാപം ചെയ്ത് പിടിക്കപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെ അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നിട്ടും അദ്ദേഹം പാപകർമ്മത്തിൽ നിന്ന് മാറി നിന്നു. മൂന്നാമത്തെ, അദ്ദേഹം യുവാവാണ്. ആ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലൈംഗികതയോടെ ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്ന പ്രായത്തിലാണുള്ളത്. എന്നിട്ടും അദ്ദേഹം ആ പാപകർമ്മത്തിൽ നിന്ന് മാറി നിന്നു. നാലാമത്തത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിവാഹിതനാണ്. വിവാഹം കഴിച്ച ആളാണെങ്കിൽ സുലൈഖ ഇങ്ങനെയുള്ള ലൈംഗിക താല്പര്യത്തോടൊക്കെ വരുന്ന സമയത്ത് മനസ്സിൽ താല്പര്യം തോന്നിയിട്ട് ഈ ലൈംഗിക താല്പര്യം ശമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയുടെ അടുക്കൽ പോകാം. കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടൊരു മനുഷ്യന് തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ തൻ്റെ ഭാര്യയെ സമീപിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി അങ്ങനെ പഠിപ്പിച്ചില്ലേ? ഒരാൾക്ക് മനസ്സിൽ താല്പര്യം തോന്നുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് തന്നെ അയാളുടെ ഭാര്യയുടെ അടുക്കലേക്ക് പോകണമെന്ന് പഠിപ്പിച്ചില്ലേ? പക്ഷേ യൂസുഫ് അലൈഹി സ്വലാമിന് പോകാനൊരു ഭാര്യയുണ്ടോ? ഭാര്യയില്ല. എന്നിട്ടുമാണ് അദ്ദേഹം പാപകർമ്മത്തിൽ നിന്ന് അകന്നു നിന്നത്. അഞ്ചാമതായിട്ട്, ഒരു പുരുഷൻ പെണ്ണിൻ്റെ പിറകിലല്ല പോയത്, പെണ്ണ് പുരുഷന്റെ പിറകിലാണ് പോയത്. ലോക ചരിത്രത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ പാപകർമ്മത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടൽ വളരെ വിരളാണ്. ഒരു സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ പിറകെ ഒരാണ് പോയി, പെണ്ണ് വിസമ്മതിച്ച്, അതുകൊണ്ട് ഇത് നടക്കാതെ, ലൈംഗിക ബന്ധം നടക്കാതെ പോയ സംഭവം സർവ്വസാധാരണമാണ്.
പക്ഷേ ഒരു ആണിനെ പെണ്ണ് വശീകരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ ആ ആൺ ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വിരളമായി ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാം പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അഞ്ചാമതായി. ആറാമതായിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വഗല്ലഖത്തിൽ അബ്വാബ്. ആ സുലൈഖ ബീവി വാതിലുകളെല്ലാം അടച്ചു. അപ്പോൾ കൊട്ടാരമായിരിക്കും, കൊട്ടാരത്തിന് ഒരുപാട് വാതിലുണ്ട്. അവിടെ ഖുർആൻ ഉപയോഗിച്ച പദം ഗല്ലക്ക എന്നാണ്. അറബിയിൽ പൂട്ടുന്നതിന് അഗലക്ക എന്നുള്ള പദമാണ് പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ആ പദം ഉപയോഗിക്കുന്നതിന് പകരം എന്തിന് ഗല്ലക്ക എന്നുള്ള പദം ഉപയോഗിച്ചു? കേവലമായിട്ടുള്ള പൂട്ടലല്ല, ഒടുക്കത്തെ പൂട്ടൽ. ഒരു ഈച്ചക്ക് പോലും കയറി വരാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഉറുമ്പിന് പോലും ഉള്ളിൽ നടക്കുന്ന കാര്യം അറിയാത്ത രീതിയിലുള്ള പൂട്ടൽ. ജനലുകൾ അടച്ചു, വാതിലുകൾ അടച്ചു, കർട്ടൻ പൂട്ടി, വേറെ വിസിറ്റേഴ്സ് ഇല്ല, ജോലിക്കാരില്ല, പണിക്കാരില്ല, ആരുമില്ലാത്ത രീതിയിൽ അവൾ പൂട്ടി. അങ്ങനെ പൂട്ടപ്പെട്ട സാഹചര്യത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാം ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, സുലൈഖ സുന്ദരിയാണ്. വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണം എന്താ? അവളെ കാണാൻ ഒരു സുഖമില്ല, രസമില്ല, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നില്ല എന്ന് പറയൽ വളരെ സിമ്പിളാണ്. പക്ഷെ സുലൈഖ സുന്ദരിയാണ്. ഖുർആൻ തന്നെ ഉപയോഗിച്ചത് റാവത എന്നാണ്. പല സമയത്ത് അവൾ വശീകരണം നടത്തിയിട്ടുണ്ട്. തുടർന്ന് നോക്കൂ, വക്കാലത്ത് ഹൈത്തലക്. അവൾ പറഞ്ഞ പദം എന്താണ്? ഹൈത്തലക് എന്നുള്ള പദമാണെന്ന് പറഞ്ഞത്. ഹൈത്തലക് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം എന്നിലേക്ക് വരൂ എന്നാണ്. വശീകരണത്തിൻ്റെ ലൈംഗിക താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഹൈത്തലക് എന്നുള്ള പദം. അങ്ങനെ ഒരു സുന്ദരിയായ പെണ്ണ് ക്ഷണിച്ചപ്പോഴാണ് പാപകർമ്മത്തിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാം മാറുന്നത്. ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, സൗന്ദര്യം ഉണ്ടെങ്കിലും ആളുകൾ മാറി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് കുലീനതയാണ്, കുടുംബ മഹിമയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയും, നമ്മൾ വഴിയിൽ കൂടി പോകുന്നു, റോഡ് സൈഡിൽ സുന്ദരിയായൊരു പെണ്ണ് നിൽക്കുന്നു. അവൾ ലൈംഗികതയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ, അവളൊരു ലൈംഗിക തൊഴിലാളിയാണെങ്കിൽ ആളുകൾ പോവോ? മാന്യന്മാർ പോവോ? പോവില്ലല്ലോ. ഒന്ന് അസുഖം ഭയന്നിട്ട് പോവില്ല. മറ്റൊരു അവൾ എന്തല്ല, യൂസ്ഡാണ്, പലർക്കും വേണ്ടി കിടന്നു കൊടുക്കുന്നവളാണ്. അവളുടെ ജോലി തന്നെ ഇതാണ്. അങ്ങനൊരു പെണ്ണിൻ്റെ കൂടെ രമിക്കാൻ, അവൾ അങ്ങനെയുള്ള പെണ്ണിൻ്റെ കൂടെ ലൈംഗിക താല്പര്യം തീർക്കാൻ മാന്യന്മാരായിട്ടുള്ള ആളുകൾ അതിൽ ശ്രമിക്കില്ല. അല്പം അന്തസ്സുള്ള ആളുകൾ, അന്തസ്സുണ്ടാവുന്നില്ല, ലജ്ജയുള്ള ആളുകൾ അങ്ങനെയുള്ള സ്ത്രീകളോടൊപ്പം പോകില്ല. അതേസമയത്ത് മാന്യന്മാരായിട്ടുള്ള ആളുകൾ പോലും, ലജ്ജയുള്ള ആളുകൾ പോലും ഹറാമുകളും വ്യഭിചാര ബന്ധത്തിലും പെട്ടുപോകും. എപ്പോൾ? കുലീനയായ, നല്ല കുടുംബത്തിൽ പിറന്ന, പ്രോസ്റ്റിറ്റ്യൂഷന് പോകാത്ത, ലൈംഗിക തൊഴിലിന് പോകാത്ത ഒരു പെണ്ണ്, സുന്ദരിയായൊരു പെണ്ണ് ക്ഷണിക്കുമ്പോൾ പെട്ടുപോകാൻ 100% സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്രയും വലിയ കുടുംബത്തിൽ പിറന്ന, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 7 പേർക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആ മാശറയിൽ 7 പേരുടെ കാര്യം പറഞ്ഞത്. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളെ പറ്റി പറഞ്ഞത് കുടുംബ മഹിമയുള്ള ഭംഗിയുള്ള ഒരു പെണ്ണ് ഒരു ആണിനെ ലൈംഗികതയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുന്ന സമയത്തും ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷന് മാറി നിൽക്കാൻ സാധിച്ചാൽ അവന് മറ്റൊരു തണലുമില്ലാത്ത സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന മാശറുടെ ദിവസം അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം മനസ്സും വളരെ പ്രധാനമാണ്. കുടുംബ മഹിമയിൽ പറഞ്ഞ പെണ്ണ് വിളിക്കുമ്പോഴും മാറി നിൽക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 9ാമത്, ഒറ്റത്തവണമല്ല സംഭവിച്ചത്. ഒറ്റ തവണ സംഭവിച്ചു, ആ സമയത്തുള്ള ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ 2ാമത് ശ്രമിച്ചപ്പോൾ പാപം ചെയ്തു പോയി. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നല്ല ഈമാനും തക്കവയുള്ള സാഹചര്യം, ആ സമയത്ത് ഇതുപോലെ പാപം ചെയ്യാനുള്ള സൗകര്യം വന്നു. അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് രക്ഷപ്പെട്ടു. പക്ഷേ അതേ അവസ്ഥ ഇനിയും വരികയാണെങ്കിൽ ഞാൻ ആ പാപത്തിൽ കുടുങ്ങിപ്പോവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, യൂസുഫ് അലൈഹി സ്വലാം ഒരു തവണയല്ല ഇതിൽ പെട്ടുപോകുന്നത്. റാവത പല തവണ ഈ വശീകരണം നടന്നു. അപ്പോൾ എല്ലാം രക്ഷപ്പെട്ടു. അതിൽ ഒരു തവണ മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടുമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. 10ാമതായി പണ്ഡിതൻ പറയുന്നത് 24 മണിക്കൂറും ഒറ്റക്ക് ആ സ്ത്രീൻ്റെ കൂടെ ആ വീട്ടിലായിട്ടും
ആ പാപകർമ്മത്തിലേക്ക് യൂസുഫ് അലൈഹി ഇസ്ലാം പോയില്ല. ഖാല മആദല്ലാ, ആ പാപം കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് മആദല്ലാ, ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. ഇന്നഹു റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് അഹ്സന മസ്വായ, എൻ്റെ താമസ സ്ഥലം, എനിക്ക് നല്ല താമസ സ്ഥലം എൻ്റെ റബ്ബ് എനിക്ക് തന്നിരിക്കുന്നു. കിണറ്റിലകപ്പെട്ട എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് എൻ്റെ അള്ളാഹുവാണ്, എൻ്റെ റബ്ബാണ്. നാളെ ഈജിപ്തിൻ്റെ അധികാരത്തിലേക്ക് എന്നെ എത്തിക്കുന്നതും ആ അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹു നൽകിയൊരു നിഅമത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാം പാപകർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ചു. അള്ളാഹു അത് തന്നല്ലോ, അള്ളാഹു എനിക്കിത് തന്നല്ലോ, സാമ്പത്തികമായി തന്നല്ലോ, ഭാര്യ തന്നല്ലോ, എനിക്ക് നല്ല ഭാര്യ ഉണ്ടല്ലോ, എനിക്ക് സാലിഹ്യങ്ങളായ മക്കളുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടായിരിക്കെ ഞാനെങ്ങനെയാണ് പാപം ചെയ്യുക എന്ന് നന്മകളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പാപകർമ്മത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അള്ളാഹു സുബ്ഹാനഹു ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായിട്ടുള്ള ആളുകൾ ഒരു കണക്കിനും വിജയിക്കുകയില്ല. അപ്പം വിചാരബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതിനെ അക്രമം, ദുൽമുമായിട്ടാണ് ഖുർആൻ സദൃശ്യപ്പെടുത്തുന്നത്. ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരാളെ അടിക്കലും ഇടിക്കലും മാത്രമല്ല, വിചാരബന്ധത്തിൽ ഏർപ്പെടലും ദുൽമാണ്. ആരോടുള്ള ദുൽമാണ്? തൻ്റെ ഭാര്യയോടുള്ള ദുൽമാണ്, തൻ്റെ മക്കളോടുള്ള അക്രമമാണ്, തൻ്റെ ഭാര്യയോടും തൻ്റെ പിതാവിനോടും കുടുംബത്തിനോടും എല്ലാവരോടും കാണിക്കുന്ന ദുൽമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷിയാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്.